സമയം കഴിഞ്ഞപ്പോൾ മനുഷ്യരുടെ ജീവിതശൈലികൾ മാറുന്നു, അതുപോലെ നമ്മൾ സൃഷ്ടിക്കുന്ന കെട്ടിടങ്ങളും. സ്വീഡനിലെ ടേണിംഗ് ടോർസോ ടവർ പോലെ അത് ആകാശത്തിലേക്ക് കയറുമ്പോൾ ചുറ്റുന്നു. അല്ലെങ്കിൽ നെതർലാൻഡ്സിലെ ഗ്രീൻ വില്ല പച്ചപ്പിൽ ചുറ്റപ്പെട്ടതും ചെറുമരങ്ങളാൽ മൂടപ്പെട്ടതും. ഇന്ന് വണ്ടർ ഫാക്ട്സ് എപ്പിസോഡിൽ ലോകത്തിലെ ഏറ്റവും മനോഹരവും ഉയർന്നതുമായ കെട്ടിടങ്ങൾ അന്വേഷിക്കുന്നു. അതിനാൽ അവസാനത്തോളം കാണാൻ ഉറപ്പാക്കുക. നമ്പർ 10. ടേണിംഗ് ടോർസോ ബിൽഡിംഗ്. സ്വീഡനിലെ മാൽമോയിൽ സ്ഥിതി ചെയ്യുന്ന ടേണിംഗ് ടോർസോയുടെ നിർമ്മാണം 2001 ആരംഭിച്ച് 2005 ആഗസ്റ്റിൽ പൂർത്തിയായി. അതേ പേര് കെട്ടിടവുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നു. അത് ഉയരുമ്പോൾ മുഴുവൻ ഘടനയും ശരിക്കും തിരിഞ്ഞു പോകുന്നു. വിശ്വസിക്കാനാകുമോ ഇല്ലയോ, നിങ്ങൾ മുകളിൽ എത്തുമ്പോഴേക്കും ഘടന പൂർണ്ണമായും 90 ഡിഗ്രി തിരിഞ്ഞിരിക്കും. ഈ സുവിശേഷമായ ശില്പകല സ്പാനിഷ് ശില്പി സാന്റിയാഗോ കലാത്രാവ് ആണ് രൂപകൽപ്പന ചെയ്തത്. ഇത് 620 അടി ഉയരമുള്ളതാണ്. 9 ബ്ലോക്കുകളും 50 നിലകളും 147 ഫ്ളാറ്റുകളും അടങ്ങിയതാണ്. ടേണിംഗ് ടോർസോ നോർഡിക് മേഖലയിലെ രണ്ടാം ഉയരം കൂടിയ കെട്ടിടമാണ്. അത് നിയോ ഫ്യൂച്ചറിസ്റ്റിക് ശൈലിയിൽ രൂപകൽപ്പന ചെയ്തതാണ്. ഇത് പ്രശസ്തമായ ഗോൾഡ് എംബോർ സ്കൈസ്ക്രാപ്പർ അവാർഡും നേടിയിട്ടുണ്ട്. നമ്പർ 9. ഷാങ്ഹായ് ടവർ. ഷാങ്ഹായ് ടവർ ചൈനയിലെ ഷാങ്ഹായുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 128 നിലകളുണ്ട്. 632 മീറ്റർ ഉയരമുള്ളതാണ്. ഇത് പലപ്പോഴും ചൈനയിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്നായി വിളിക്കപ്പെടുന്നു. അത് രാജ്യത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ ഘടനയുടെ പദവി വഹിക്കുന്നു. ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടിയ കെട്ടിടമായി റാങ്ക് ചെയ്യപ്പെടുന്നു. ഷാങ്ഹായ് മുനിസിപ്പൽ കോർപ്പറേഷനുമായി സഹകരിച്ച് ഗെൻസ്ലർ ആർക്കിടെക്ചർ സർവീസസ് രൂപകൽപ്പന ചെയ്താണിത്. നിർമ്മാണം 2008 നവംബറിൽ ആരംഭിച്ചു. 2017 ഏപ്രിലിൽ പൂർത്തിയായി. മൊത്തം ചെലവ് $2.5 ബില്യൺ. ടവറിന് ലോകത്തിലെ 2ാമത്തെ വേഗമേറിയ ലിഫ്റ്റും ഉണ്ട്. അതിന്റെ വളഞ്ഞ മുകളിൽ മുഴുവൻ ഘടനയ്ക്കും നാടകീയമായ ഒരു സ്പർശം നൽകുന്നു. ഇത് ഔദ്യോഗികമായി ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ലീഡ് പ്ലാറ്റിനം സർട്ടിഫൈഡ് കെട്ടിടമാണ്. നമ്പർ 8. വാരിസാൻ മെർഡേക്ക ടവർ. വാരിസാൻ മെർഡേക്ക ടവർ മലേഷ്യയിലെ ക്വാലാലംപൂരിലാണ്. ഇത് 118 നിലകളോടെ 678.9 മീറ്റർ ഉയരത്തിൽ എത്തുന്നു. നിങ്ങൾ അതിനെ മർദേക്ക 118 അല്ലെങ്കിൽ ക്ലനെഗൈവ് 118 എന്നും കേട്ടേക്കാം. ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ്. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയതും. ഈ ടവർ നിർമ്മിക്കാൻ $1 കൂടെ 21 ബില്യൺ ചെലവായി. ഈ കെട്ടിടത്തിൽ മൊത്തം 87 ലിഫ്റ്റുകളുണ്ട്. ആർക്കിടെക്ചർ അത്രമേൽ മനോഹരമാണ്, നിങ്ങളാൽ കണ്ണ് മാറ്റാനാവില്ല. നമ്പർ 7. വൺ വേൾഡ് ട്രേഡ് സെന്റർ. ന്യൂയോർക്കിലെ മാൻഹാറ്റനിൽ നിന്ന് ഉയർന്നുവന്ന വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ നിർമ്മാണം 2006 ആരംഭിച്ച് 2013 പൂർത്തിയായി. നിങ്ങൾ അതിനെ വൺബുക്ക് അല്ലെങ്കിൽ ഫ്രീഡം ടവർ എന്നും അറിയാം. വിശേഷം എന്തെന്നാൽ ഇത് നിർമ്മിക്കാൻ ഏകദേശം $3.9 ബില്യൺ ചെലവായി. ഇത് ആർക്കിടെക്ട് ഡേവിഡ് ചൈൽഡ്സ് രൂപകൽപ്പന ചെയ്താണ്. ഉയർന്ന തിളങ്ങുന്ന വജ്രത്തിന്റെ രൂപത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് സൂര്യപ്രകാശം അതിന്റെ ഉപരിതലത്തിൽ പ്രതിഫലിക്കുമ്പോൾ അതിമനോഹരമാണ്. 541.3 മീറ്റർ ഉയരം, 104 നിലകൾ, 74 ലിഫ്റ്റുകൾ എന്നിവയോടെ ഇത് US-യിലെ 2ാമത്തെ ഉയരം കൂടിയ കെട്ടിടമാണ്. ലോകത്തിലെ 7ാമത്തെ ഉയരം കൂടിയ കെട്ടിടം. ഇവിടെ ഒരു മനോഹരമായ കാര്യമുണ്ട്. ഇത് 3D മോഡൽ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇന്ന് വൻമുഖ ലോകത്തിലെ ഏറ്റവും അഗോണിക് കെട്ടിടങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു. നമ്പർ 6. ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിൾ ഇന്ത്യയുടെ മധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണം 1976 ആരംഭിച്ച് 1986 ഡിസംബറിൽ പൂർത്തിയായി. ഇത് ഇറാനിയൻ ആർക്കിടെക്ട് ഫരീബോർസ് സഹ്ബ രൂപകൽപ്പന ചെയ്താണ്. പൂർത്തിയാക്കാൻ ഏകദേശം $10 ദശലക്ഷം ചെലവായി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഘടന പൂർണ്ണമായും താമരപ്പൂവിനെ പോലെ തോന്നുന്നു. ഓരോ വർഷവും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സന്ദർശകർ ഈ ശില്പസൗന്ദര്യം കാണാൻ എത്തുന്നു. നമ്പർ 5. വൺ സെൻട്രൽ പാർക്ക്. വൺ സെൻട്രൽ പാർക്കിലേക്ക് സ്വാഗതം. ചിപ്പൻഡെയിൽ, സിഡ്നിയുടെ ഹൃദയത്തിൽ. ഈ അതിശയകരമായ സമുച്ചയം 2 വാസസ്ഥല ഗോപുരങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് രൂപകൽപ്പന ചെയ്തത് മറ്റാരുമല്ല, ഇറ്റാലിയൻ ആർക്കിടെക്ട് ജീൻ നോവലാണ്. വൺ സെൻട്രൽ പാർക്ക് ആഗോള വേദിയിൽ ഡിസൈൻ മാസ്റ്റർപീസ് ആയി കണക്കാക്കപ്പെടുന്നു. ഈ മുഴുവൻ ഘടനയും മുകളിൽ നിന്ന് താഴേക്ക് വരെ പച്ചപ്പിൽ മൂടപ്പെട്ടിരിക്കുന്നു. അതിനാൽ അത് വളരെ പ്രത്യേകമാണ്. ഇവിടെ നിങ്ങളെ ഞെട്ടിക്കുന്നതാണ്, അതിന്റെ ചുവരുകളിൽ 200-ലധികം ഇനങ്ങളുടെ ഓസ്ട്രേലിയൻ സസ്യങ്ങൾ വളരുന്നു. ഇവിടെയുള്ള ഒരു ഫ്ളാറ്റ് വിറ്റെടുത്തത് വിസ്മയകരമായ $1 ബില്യൺ. ഏറ്റവും കുറഞ്ഞ വിലയുള്ള യൂണിറ്റ് വെറും $77,000 മാത്രമാണ്.
ഓസ്ട്രേലിയയിലെ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ ഈ സ്ഥലത്തിന് പ്രതിഷ്ഠയുള്ള 5 സ്റ്റാർ റേറ്റിംഗ് നൽകി. ഇവിടെ ജീവിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലെ ഒരു ഇക്കോസ്വർഗത്തിൽ ജീവിക്കുന്നതുപോലെയാണ്. നമ്പർ 4. ബാങ്ക് ഓഫ് ചൈന ടവർ. ബാക്ക് ടവർ എന്നറിയപ്പെടുന്ന ബാങ്ക് ഓഫ് ചൈന ടവർ ഒരു യഥാർത്ഥ ഐക്കണാണ്. ഇത് അഭിമാനത്തോടെ സെൻട്രൽ ഹോങ്കോങ്ങിന്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്നു. ഇത് ബാങ്ക് ഓഫ് ചൈന ടവർ എന്ന് വിളിക്കപ്പെടുന്നു കാരണം ഇത് ബാങ്ക് ഓഫ് ചൈന ലിമിറ്റഡിന്റെ ആസ്ഥാനമാണ്. ഈ ശ്രദ്ധേയമായ ടവർ പ്രശസ്ത ചൈനീസ് അമേരിക്കൻ ശില്പി IM Pei LC Pei എന്നിവരാൽ രൂപകൽപ്പന ചെയ്തതാണ്. നിർമ്മാണം 1985 ആരംഭിച്ച് 1990 പൂർത്തിയായി. ടവർ 367.4 മീറ്റർ ഉയരത്തിൽ, അത് 1205.4 അടി. ഇതിൽ 70 ആകർഷകമായ നിലകളുണ്ട്. അതെ, ഇതിൽ 49 ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നു. ബാങ്ക് ഓഫ് ചൈന ടവറിന്റെ ദൃശ്യരൂപം വിസ്മയകരമാണ്. നമ്പർ 3. ഗ്രീൻ വില്ല മുഴവ്. മുഴയുടെ ഗ്രീൻ വില്ല നെതർലാൻഡ്സിലെ സെന്റ് മിച്ചിയൽസ് കെസ്റ്റലിലാണ്. ഇത് പ്രകൃതിയും എല്ലാ പച്ചവസ്തുക്കളും പ്രചോദനമായ വില്ലയാണ്. അത് ശരിക്കും പച്ചപ്പിൽ പൊതിഞ്ഞതിനാൽ അവർ അതിന് ഗ്രീൻ വില്ല എന്ന് പേര് നൽകി. വാസ്തവത്തിൽ ഇത് 4 നിലകളുള്ള വില്ലയാണ്. ഘടനയിൽ തന്നെ ചെടി ഷെൽഫുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ പദ്ധതി മുഴുവനെ അത്രയും പ്രചോദിപ്പിച്ചു, അവർ ഇതുപോലെയുള്ള കൂടുതൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഈ തലത്തിലുള്ള പച്ചപ്പ് വില്ലയെ ലോകത്തിലെ മറ്റു കെട്ടിടങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. സത്യമായി പറയൂ, നിങ്ങൾ കണ്ടിട്ടുള്ള മറ്റേതെങ്കിലും കെട്ടിടത്തിൽ നിന്നും ഇത് പൂർണ്ണമായും വ്യത്യസ്തമല്ലേ? നമ്പർ 2. ബുർജ് അൽ അറബ് ജുമൈറ. ദുബായ് പറയാതെ തന്നെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളെക്കുറിച്ച് നാം സംസാരിക്കാമോ? അല്ല, ബുർജ് അൽ അറബ് ജുമൈറ ദുബായിലെ ഒരു ലക്സറി ഹോട്ടലാണ്. ഇത് ഔദ്യോഗികമായി ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ അതിന്റെ ആഡംബരവും സൗന്ദര്യവും കാരണം ആളുകൾ അതിനെ പലപ്പോഴും 7 സ്റ്റാർ എന്ന് വിളിക്കുന്നു. ജുമൈറ ഗ്രൂപ്പാണ് ഈ അത്ഭുതകരമായ ഹോട്ടലിന്റെ ഉടമസ്ഥർ. നിങ്ങൾ അറിയുമ്പോൾ അത്ഭുതപ്പെടും, ഇത് മനുഷ്യനിർമ്മിത ദ്വീപിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബുർജ് അൽ അറബിന്റെ ഘടന ഒരു പായലിന്റെ ആകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. അതെ, മേൽക്കൂരയിൽ ഹെലിപാഡിനും സ്ഥലമുണ്ട്. ഇത് പ്രശസ്തനായ ശില്പി ടോം റൈറ്റ് ആറ്റ്കിൻസ് കൺസൾട്ടൻസിയുടെ സഹായത്തോടെ രൂപകൽപ്പന ചെയ്തതാണ്. ഇത് നിർമ്മിക്കാൻ ഏകദേശം $1 ബില്യൺ ചെലവായി. ബുർജ് അൽ അറബ് ജുമൈറ ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടിയ ഹോട്ടലാണ്. നമ്പർ 1. മറീന ബേ സാൻഡ്സ്. മറീന ബേ സാൻഡ്സ് 2010 തുറന്ന സിംഗപ്പൂരിലെ ഒരു ആഡംബര റിസോർട്ടാണ്. ഇത് ഒരു മനോഹരമായ 5 സ്റ്റാർ ഹോട്ടലാണ്. ഈ അത്ഭുതകരമായ കാഴ്ച നോക്കൂ. ഈ റിസോർട്ട് 3 ഉയർന്ന കെട്ടിടങ്ങളെ ഒരു വമ്പൻ ഘടനയിൽ ഒരുമിക്കുന്നു. ഈ ഗോപുരങ്ങൾ എല്ലാം അതിവിസ്മയകരമായ രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആകെ 3 ഗോപുരങ്ങൾ ചേർന്ന് 55 നിലകളാണ് ഉള്ളത്. ഈ രൂപകൽപ്പന പ്രതിഭാശാലിയായ ആർക്കിടെക്ട് മോഷെ സഫ്റ്റിയിൽ നിന്നാണ് വന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും അതുല്യവും അഗോണിക് ആയ രൂപകൽപ്പനകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഗോപുരങ്ങൾ അടിത്തട്ടിൽ 2 ആയി വിഭജിച്ച് മുകളിൽ വീണ്ടും ഒന്നിക്കുന്നു. മുകളിൽ തന്നെ കെട്ടിടങ്ങൾ പൂർണ്ണമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ റിസോർട്ട് പൂർത്തിയാക്കാൻ $3 ബില്യൺ ചെലവായി. രാത്രിയിൽ ലൈറ്റുകൾ തെളിയുമ്പോൾ മറീന ബേ സാൻഡ്സ് വിസ്മയകരമാകുന്നു. ഈ കെട്ടിടങ്ങളിൽ ഏതാണ് നിങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന അഭിപ്രായത്തിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ അത്ഭുതകരമായ വിവരപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇവിടെ പുതുമുഖമാണെങ്കിൽ ഞങ്ങളുടെ മറ്റു വീഡിയോകളും നോക്കാൻ മടിക്കേണ്ട. കാണുന്നതിനായി നന്ദി.